ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഒരു വീണ്ടും റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം കുറച്ച് ദിവസങ്ങൾ മുന്നേ, വേണമെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ എന്ന് വേണമെങ്കിൽ പറയാം, അതിന് മുന്നേ എനിക്ക് വന്ന ഒരു കമൻസ് അല്ല, ഒരു റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. അപ്പം നമുക്ക് വന്ന ആ മെസ്സേജാണ് നമ്മുടെ തമ്മനയിൽ കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ്, അതായത് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനയെ പറ്റിയും ഹോളി റോസറിയെ പറ്റിയും, ജപമാല ചെല്ലുന്നതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടുമാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഓൾറെഡി ഞാൻ നമ്മുടെ ജപമാലയെക്കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഉള്ളത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട്, ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് മാത്രമായിരുന്നു അതിനകത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് റിക്വസ്റ്റ് ചെയ്ത ആ വ്യക്തിക്ക് വേണ്ടിയിട്ടും, പിന്നെ അതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടാകും, അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ ജപമാലയുടെ കാര്യവും നമ്മുടെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനയെ പറ്റിയിട്ടും സംസാരിക്കുന്നത്. ആധികാരികമായിട്ടൊന്നും എനിക്ക് സംസാരിക്കാൻ അതിനെ പറ്റിയിട്ട് അറിയത്തില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ജപമാലയെ പറ്റിയിട്ടാണ്. ജപമാല നമുക്ക് പരിശുദ്ധ അമ്മ നമുക്ക് തന്ന ഒരു ആയുധമാണ് നമ്മുടെ ജപമാല എന്ന് പറയുന്നത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ അടുത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം ജപമാലയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ബുക്കുണ്ട്, കൃപാഭിഷേക പ്രാർത്ഥന നിത്യജീവനിലേക്ക് അഭിഷേകത്തോടെ. ഈ ഒരു പ്രെയർ ബുക്കാണിത്. ഇതിനകത്ത് ജപമാലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് കിട്ടിയത് വീട്ടിൽ നിന്ന് കേട്ടോ കിട്ടി. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് വരിക ചെയ്തത്. കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഉള്ള ഒരു പ്രാർത്ഥനാ ബുക്കാണിത്. അപ്പം ഇത് അവർ എവിടെയോ അണക്കര എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് അവിടെ എന്തെങ്കിലുമൊക്കെ പോയപ്പം മേടിച്ചിട്ട് വന്നതായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ ഈ ബുക്ക് കണ്ടപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നതാണ്. ഇതിനകത്ത് പ്രാർത്ഥനാ ബുക്ക് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ദിവ്യരഹസ്യങ്ങളെ പറ്റിയിട്ട്, അതായത് ജപമാല ചെല്ലുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന ഓരോ രഹസ്യങ്ങളെ പറ്റിയിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ, ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ, മഹിമയുടെ രഹസ്യങ്ങൾ, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ എല്ലാം ഇതിനകത്തുണ്ട്. അപ്പം ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ചെല്ലുന്നത് ഇതിൽ നോക്കിയിട്ടല്ല, കാരണം എനിക്ക് ഇതിനകത്തെ നമ്മുടെ രഹസ്യം ചെല്ലുന്ന ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന പ്രെയർ എല്ലാം എനിക്ക് കാണാപ്പാടം അറിയാം. അത് കൊന്ത ചെല്ലുന്ന ത്രൂ ഔട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് കാണാപ്പാടം അറിയാം. അപ്പം ഞാനത് കാണാതെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാനത് നോക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെയല്ല ഇപ്പം ഞാൻ ചെയ്യുന്നത്. ഞാൻ കാണാതെ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇതിനകത്ത് കുറച്ചും കൂടി അറിയത്തില്ലാത്തവർക്കാണെങ്കിലും, പിന്നെ ഈ കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിലും ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് രഹസ്യം ചൊല്ലിക്കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തല തിരിഞ്ഞ പോലെയൊക്കെ ആയിരിക്കും തോന്നണം കേട്ടോ, കാരണം ഫ്രണ്ട് ക്യാമിൽ അങ്ങനെ വരുള്ളൂ. അപ്പം ഈ ബുക്കിങ് വേണമെങ്കിൽ അണക്കര പോകണമായിരിക്കും. എനിക്കിത് എവിടുന്നാണ് കിട്ടിയെന്നോ അങ്ങനെയൊന്നും എനിക്ക് അവിടെ നിന്നായിരിക്കാം, കാരണം അണക്കരാന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പണ്ടെങ്ങാനും വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പോയപ്പം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോയപ്പം വീട്ടിൽ കൊണ്ട് മമ്മിക്കും എല്ലാം കൊടുത്തതായിരിക്കാം, എനിക്ക് അറിയത്തില്ല. ഞാൻ ചെല്ലുന്ന കാര്യങ്ങളും ഇതിനകത്തെ കുറച്ച് കാര്യങ്ങളും റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഞാനിപ്പം ഇത് സംസാരിക്കാം. അപ്പം ജപമാല ചെല്ലാൻ അറിയത്തില്ലാത്ത ഒരുപാട് അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പം അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ പറഞ്ഞ് എനിക്ക് നിയോഗം അയച്ചു തരാറുണ്ട്. ഞാനൊരു ഹിന്ദു ആണ്, എനിക്ക് അറിയത്തില്ല എന്നും പറഞ്ഞ് എനിക്ക് അയച്ചു തരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കാം എന്ന്. അപ്പം ഈ ഒരു വീഡിയോ ഈ പറഞ്ഞ വ്യക്തിക്ക് മാത്രമല്ല, കാണേണ്ടവർക്ക് കാണാം, കാണണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം, എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ ആ വ്യക്തി എൻ്റെ അടുത്ത് ചെയ്യാമോ, ഈ വീഡിയോ ഇതിനെ പറ്റിയിട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥനാ ബുക്ക്, ഇതല്ല വേറെ ജപമാല പ്രാർത്ഥനകളുള്ള ബുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും പള്ളികളിൽ കാണും, പള്ളികളുടെ സ്റ്റോളിലൊക്കെ ഉണ്ടാവും. വലിയ വലിയ പള്ളിയുടെ സ്റ്റോളിലൊക്കെ ചെല്ലുവാണെങ്കിൽ നമുക്ക് കിട്ടും. പറഞ്ഞാൽ മതി അവരുടെ അടുത്ത്. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, അറിയത്തില്ലാത്തവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. അറിയാവുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ എവിടെന്നെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാവുന്നതാണ്. പ്രാർത്ഥനാ ബുക്കോ റിലേറ്റഡ് ആയിട്ടുള്ള കൊന്തയോ കാര്യങ്ങളോ എന്തെങ്കിലും
എവിടെന്നെങ്കിലും വേറെ എവിടെന്നെങ്കിലുമൊക്കെ എന്താ വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും മേടിക്കാവുന്നതാണ്. അതൊക്കെ അന്വേഷിച്ചിട്ട് ഒത്തിരി ലാഗാക്കുന്നില്ല. അപ്പം ഞാൻ ജപമാലയുടെ കാര്യങ്ങൾ പറയാം. നമുക്ക് ജപമാലയിൽ 4 ദിവ്യരഹസ്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ ദിവ്യരഹസ്യം സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ. രണ്ടാമത്തേത് ഞാൻ നോക്കി പറയണ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് നോക്കി പറയുന്നത് കേട്ടോ. സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ, ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ, പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ ആൻഡ് മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ. ഈ 4 എണ്ണമാണ് നമ്മൾ ഈ ജപമാല ചെല്ലുമ്പോൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ദിവ്യരഹസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഇപ്പം ആഴ്ചയിൽ 7 ദിവസമാണുള്ളല്ലോ, അങ്ങനെ ആണല്ലോ ഉള്ളത്. അപ്പം ഈ ആഴ്ചയിൽ സൺഡേ ആൻഡ് വെനസ്ഡേ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് മഹിമയുടെ ദിവ്യരഹസ്യങ്ങളാണ്. ഓക്കെ, അപ്പം രണ്ടാമത്തെ ദിവ്യരഹസ്യം എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളാണ്. അതിനകത്ത് അതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തിങ്കളാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവുമാണ് സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളെ പറ്റി ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന 5 കാര്യങ്ങൾ ഉള്ളത്. ഓക്കെ, അപ്പം മൂന്നാമത്തേത് ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ. ഈ സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളിനകത്ത് പറയുന്നത് പരിശുദ്ധ അമ്മ ഈശോയെ ഉദരത്തിൽ വഹിച്ച് ആ ഈശോയുടെ ജനനവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അതാണ് ഹാപ്പി ആയിട്ട് പറയുന്നത്. പിന്നെ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളിൽ പറയുന്നത് അത് ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവുമാണ്. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളിനകത്തുള്ളത് ഈശോയുടെ മരണം, പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന 5 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. പിന്നെ പ്രകാശത്തിന്റെ രഹസ്യങ്ങളിൽ പറയുന്നത് അത് വ്യാഴാഴ്ച ദിവസം മാത്രമാണ് ചെല്ലാറുള്ളൂ. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ചെല്ലുന്ന പ്രകാശത്തിന്റെ ദിവ്യരഹസ്യത്തിൽ ഈശോ ജോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിച്ച കാര്യം, കാനായിലെ വിവാഹ വിരുന്ന്, അങ്ങനത്തെ കുറച്ച് 5 കാര്യങ്ങളാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ച് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അപ്പം അത് എനിക്കിപ്പോൾ കാണാതെ അറിയാവുന്നതുകൊണ്ട് ഞാൻ കാണാതെ ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ പോകുന്നു. അപ്പം ഒരെണ്ണത്തിൻ്റെ കാര്യം ഞാൻ പറയാം. എല്ലാത്തിൻ്റെയും ഓരോന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കരമായിട്ട് ലാഗായി പോകും. അപ്പം ഞാനിതിൽ നോക്കി പ്രാർത്ഥിക്കും. പറഞ്ഞ പോലെ മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ നമ്മൾ ബുധനാഴ്ച ഞായറാഴ്ചയാണ് ചെല്ലുന്നത്. അപ്പം അതിനകത്ത് ഈ ഉദ്ധാനം ചെയ്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. ഒന്നാമത്തെ പ്രയർ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പീഡ സഹിച്ച് മരിച്ചതിൻ്റെ 3 നാൾ ജയസന്തോഷങ്ങളോടെ ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കാം. അപ്പം ഇതാണ് അതിനകത്തുള്ളത്. ഇതിനകത്ത് നമുക്ക് ഈശോ ഉയർത്തെഴുന്നേറ്റ കാര്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഞാൻ ഇതിനകത്ത് കൂട്ടിച്ചേർക്കാറൊന്നുമില്ല. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് എൻ്റെ നിയോഗങ്ങൾ, എന്നോട് ആരെങ്കിലും എന്തെങ്കിലും നിയോഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പേഴ്സണലി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നിയോഗങ്ങൾ, അല്ലെങ്കിൽ എല്ലാവരുടെ നിയോഗങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ദിവ്യരഹസ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിയോഗം സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈശോയോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ കൊണ്ട് ചെല്ലാനായിട്ട് തുടങ്ങുന്നത്. അപ്പം മഹിമയുടെ ദിവ്യരഹസ്യങ്ങളിനകത്ത് അങ്ങനെയാണ് വരുന്നത്. അത് 5 എണ്ണം ഉണ്ട്. ഇപ്പം ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് 4 എണ്ണം കൂടെ ഉണ്ട്. അത് ബുക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ഒത്തിരി ലാഗാക്കണ്ടല്ലോ, ഒത്തിരി ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേനകത്ത് സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ, അത് തിങ്കളാഴ്ചയും ശനിയാഴ്ച ചെല്ലുന്ന പ്രാർത്ഥന രഹസ്യമാണ് ചെല്ലുന്നത്. അപ്പം അതിനകത്ത് ഒന്നാമത്തേത് പരിശുദ്ധ ദൈവമാതാവ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന് മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്ന് ധ്യാനിക്കാം. അപ്പം പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത കാലത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ അണക്കരയ്ക്ക് പോവുകയാണെങ്കിൽ മേടിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ ജപമാല മാത്രമല്ല, ഒരുപാട് പ്രയറുകളും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ്. ആരുടെയെങ്കിലും കയ്യിൽ ഈ ബുക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഇപ്പം ഞാൻ വായിച്ചല്ലോ, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഈ ഒരു ഇമേജ് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്ന് ഈ താഴെ കിടക്കുന്ന ഈ പ്രയർ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ധ്യാനിച്ച് ഇപ്പോൾ വായിച്ചത്. ഈ താഴെ കിടക്കുന്നത് ഇതിനോട് റിലേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എഴുതിയേക്കുന്നത്. അപ്പം നമുക്കത് പ്രാർത്ഥിക്കാം. മൈൻഡിലേക്ക് ആ ഒരു ഇമേജ് കൊണ്ടുവന്ന് പല വിചാരമില്ലാതെ മീൻസ് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈശോ പരിശുദ്ധ അമ്മ അത് കേട്ട് ഈശോയുടെ അടുത്ത് ഉറപ്പായിട്ട് അത് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതാണ് രണ്ടാമത്തെ ദിവ്യരഹസ്യം. ഞാനും ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു നിയോഗം പറഞ്ഞ് മധ്യസ്ഥ തേടി മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്.
പിന്നെ ഉള്ളത് ദുഃഖകരമായ ദിവ്യരഹസ്യമാണ്. ദുഃഖകരമായ ദിവ്യരഹസ്യത്തിൽ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതാണ് ഇതിനകത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തേതാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് ധ്യാനിക്കാം. അപ്പം ആ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഈശോയുടെ ആ പീഡാനുഭവം ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടെ നമ്മുടെ നിയോഗം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനകത്ത് എല്ലാത്തിൻ്റെയും ഫസ്റ്റ് കാര്യമായിട്ട് ഞാൻ പറയുന്നത്, അതിനകത്ത് എല്ലാത്തിനകത്തും 4 അടുത്തതായിട്ടുണ്ട്. പിന്നെ പ്രകാശത്തിന്റെ ദിവ്യരഹസ്യത്തിനകത്ത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചു എന്നതിനെപ്പറ്റി നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കാര്യങ്ങൾ നമ്മൾ മനസ്സ് ധ്യാനിച്ചുകൊണ്ട് ഈശോ ജോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിച്ച ആ ഒരു ഇമേജ് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. അപ്പം ഇതാണ് ജപമാലയുടെ നമ്മുടെ രഹസ്യങ്ങളുടെ കാര്യം. ഇത് കഴിയുമ്പോൾ നമ്മൾ ലുത്തിനിയ ചെല്ലും. ലുത്തിനിയ അറിയത്തില്ലാത്തവർ കേട്ടിട്ടുണ്ടാവും. നമ്മൾ പള്ളിപ്പെരുന്നാളിന് ഇതിൽ ചിലപ്പം ഇത് പ്രാർത്ഥനയായിട്ടാണ് കൊടുത്തേക്കുന്നത്. പള്ളിപ്പെരുന്നാളിൽ നമ്മൾ പ്രദക്ഷിണം പോകുമ്പോൾ പാട്ട് പാടുന്ന ആ പാട്ടുണ്ടല്ലോ, അതാണ് ലുത്തിനിയയിൽ. പച്ചത്തെ അമ്മയുടെ അടുത്ത് നമ്മൾ ലുത്തിനിയ ചൊല്ലി പാട്ട് പോലെ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് പ്രെയർ പോലെ പ്രാർത്ഥിക്കുന്നു. അത്ര വ്യത്യാസമുള്ളൂ. പിന്നെ ഇതിനകത്തുള്ള ബാക്കി പ്രാർത്ഥനകളും ചൊല്ലിയാണ് നമ്മൾ ജപമാല അവസാനിപ്പിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി നിങ്ങളത് ആ ബുക്ക് എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് ഒരാൾ പറയുന്നതിനേക്കാളും നമ്മളത് പ്രവർത്തികളിലൂടെ കൊണ്ടുവരുമ്പോഴാണല്ലോ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. ഇപ്പം തിയറി പ്രാക്ടിക്കൽ എന്ന് പറയുന്ന 2 ഇതുണ്ടെങ്കിൽ, തിയറി നമ്മൾ കാണാപ്പാടം എല്ലാം പഠിച്ച് നമ്മുടെ മൈൻഡിൽ വെച്ചേക്കുന്നു. പ്രാക്ടിക്കൽ ആകുമ്പം ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളത് വായിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നല്ലൊരു ബുക്കാണ്. ഇതിനകത്ത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചൊല്ലാവുന്ന പ്രാർത്ഥന, ദമ്പതികളുടെ പ്രാർത്ഥന, പിന്നെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, പിന്നെ പഠനത്തിന് മുൻപുള്ള പ്രാർത്ഥന, സ്കൂളിൽ പോകുമ്പോൾ ചൊല്ലാവുന്ന പ്രാർത്ഥന, ഭക്ഷണത്തിന് മുൻപ് ഭക്ഷണത്തിന് ശേഷം ചൊല്ലാവുന്ന പ്രാർത്ഥന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. തിരുഹൃദയ ജപമാല, പിന്നെ ഒത്തിരി ഉള്ളൊരു ബുക്കാട്ടോ ഇത്. ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ബുക്കാണ്. ഈ ബുക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കൃപാഭിഷേക പ്രാർത്ഥനകൾ എന്നാണ് എഴുതിയേക്കുന്നത്. ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും അല്ലാട്ടോ ഞാനിത് പറയുന്നത്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. എൻ്റെ കയ്യിലുള്ളൊരു ബുക്ക് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. ഞാൻ ഇത് കണ്ടപ്പം മെയിനായിട്ട് ഇതിനകത്ത് കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അങ്ങനെ എടുത്ത ബുക്കാട്ടോ ഇത്. ഇതിനകത്ത് അണക്കര എന്ന് എഴുതിയേക്കുന്നത്. അണക്കരയിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പോയ സമയത്ത് മേടിച്ചതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതാണ് നമ്മൾ ജപമാലയെ കുറിച്ചിട്ട് സംസാരിച്ച കാര്യങ്ങൾ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ ഒരു ടോപ്പിക്ക് പറയാൻ പോകുന്ന കുരുക്കഴിക്കുന്ന മാതാവിനെ കുറിച്ചിട്ടാണ്, മാതാവിൻ്റെ പ്രാർത്ഥനയെ കുറിച്ചിട്ടാണ്. ഇത് ആലുവയിലുള്ള ഏതോ ഒരു സ്ഥലത്താട്ടോ മാതാവിൻ്റെ പള്ളിയുള്ളത്. സെൻറ്റ് മേരീസ് ചർച്ച് എന്നെങ്ങാണ്ടാണ് പേര്. ഞാൻ പോയിട്ടൊന്നുമില്ല. ആക്ച്വലി ഞാൻ ഈ പ്രാർത്ഥന ചെല്ലാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 1 മാസം അല്ല 2 മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയ ഒരു പ്രെയറാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത് നിയോഗം പറയുന്നവരുടെ അടുത്ത് ഇങ്ങനെ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് ഞാൻ പറയുന്നത്. ഇത് എനിക്ക് എൻ്റെ അനിയത്തി തന്ന ഒരു പ്രെയറാട്ടോ. ഞാൻ ഈ പ്രെയർ നോക്കിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇതാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു ഫോട്ടോ. ഒരു വീഡിയോ ഇത് എല്ലാ ദിവസവും ഒരു വീഡിയോ, ഈ പ്രെയറിനെ പറ്റിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്. ഞാൻ യാദൃശ്ചികമായിട്ട് ഇന്നലെ കണ്ടതാണ്. ഞാൻ എൻ്റെ ചാനലിലെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അതിൽ കയറിയിട്ട് കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. ഇതിൻ്റെ പുറമെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ പ്രെയർ ഉണ്ട്. ഈ പ്രെയർ എല്ലാ ദിവസവും ഞാൻ ചെല്ലാറുണ്ട് കേട്ടോ.
അപ്പം ഈ പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഈ പ്രയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള ജപം എന്നാണ് എഴുതിയേക്കുന്നത്. കുരുക്കഴിക്കുന്ന മാതാവ് എന്ന് പറഞ്ഞാൽ, കുരുക്കഴിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ കുരുക്കുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വരിഞ്ഞു മുറുകിയിരിക്കുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളെയുമാണ് ഈ കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് അത് എടുത്തു മാറ്റുന്നതായിട്ട്, അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിട്ട് ഒരുപാട് പേരുടെ എന്താ പറയുക സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ യാദൃശ്ചികമായിട്ടൊരു ഇന്നലെ അത് കണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ അടിയിൽ ഒരുപാട് പേരുടെ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ നിയോഗങ്ങളൊക്കെ സാധിച്ചതൊക്കെ ആയിട്ട് ആ കമൻസ് ഞാൻ കണ്ടായിരുന്നു. അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നു. ഞാൻ ഓൾറെഡി മറ്റേ നമ്മുടെ പോസ്റ്റിൽ, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഓഡിയൻസ് പോൾ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് പ്രെയർ വീഡിയോസ് വേണോ, വ്ളോഗ്സ് വേണോ, കുക്കിംഗ് വീഡിയോ ആൻഡ് Q&A വീഡിയോ, ഇതിനകത്ത് ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ പ്രെയർ വീഡിയോസിനാണ് പ്രിഫർ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നി ഈ കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം. പിന്നെ ആ വ്യക്തി ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതിനെ പറ്റിയിട്ട് പറയാമോ എന്ന് ചോദിച്ച് കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ആ ആൾക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അറിയത്തില്ലാത്തവർ ഉണ്ടെങ്കിൽ അവർക്കും അത് ഉപകാരമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ കുറേ പേർക്കൊക്കെ ഇതിനെ പറ്റിയിട്ട് അറിയാമായിരിക്കും, എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം ഈ പ്രാർത്ഥന ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത പ്രെയറാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരു ആക്സിഡൻ്റ് ആയിട്ട് കിടന്ന ഒരു കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കൊച്ച് കോളേജിൽ പഠിക്കുകയായിരുന്നു. അപ്പം ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് ആൾ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആളുടെ റിക്കവറിക്ക് വേണ്ടിയിട്ടും തിരിച്ച് നന്നായിട്ട് സുഖം പ്രാപിച്ച് കോളേജിലൊക്കെ പോയി പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഞാനിത് പ്രെയർ ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ കൊച്ച് 1 മന്ത് കൊണ്ട് റിക്കവറായി, പതുക്കെ റിക്കവറായി. ഇപ്പം ആള് കോളേജിൽ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഞാൻ ഈ പ്രാർത്ഥന ചെല്ലുമ്പം ഇതിനകത്ത് നിയോഗത്തിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നിയോഗത്തിൻ്റെ ഓപ്ഷനിൽ ഈ മോൻ്റെ പേരും പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നി, ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞതിൽ, ആള് റിക്കവറായി വന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് ഹാപ്പി ആയിട്ടോ. അപ്പം അതാണ് എനിക്ക് കിട്ടിയൊരു ഫസ്റ്റ് ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് എനിക്ക് കിട്ടിയൊരു ഫസ്റ്റ് ബ്ലെസ്സിങ് അതാണ്. അപ്പം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള ജപം. കന്യകാമറിയമേ, അപേക്ഷയുമായി വരുന്ന കുഞ്ഞിനെ ഉപേക്ഷിക്കാത്ത മാതാവേ, സ്നേഹം നിറഞ്ഞ അമ്മേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളും ഉള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. ഞാൻ എത്ര നിസ്സഹായാണ് എന്ന് നീ അറിയുന്നു. എൻ്റെ വേദന നീ ഗ്രഹിക്കുന്നു. ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നത് നീ കാണുന്നു. തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിൻ്റെ നാട ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്നു. തിന്മപ്പെട്ട ശക്തികൾക്ക് അത് നിന്നിൽ നിന്ന് തട്ടിയെടുക്കുവാൻ ആവില്ല എന്ന് ഞാൻ ധൈര്യപ്പെടുന്നു. നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകൾ ഇല്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. ഇവിടെ നമ്മുടെ ആവശ്യം നമുക്ക് പറയാം, അത് കഴിഞ്ഞിട്ടുള്ളതാണ്. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. നീയാകുന്നു എൻ്റെ ശരണം. എനിക്ക് തരുന്ന ഏക ആശ്വാസവും എൻ്റെ ബലഹീനതയുടെ ശക്തീകരണവും എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ നിർമ്മാർജ്ജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ മാതാവേ, ഈ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. ആമേൻ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന കേട്ടോ. അപ്പം അത് ആദ്യമേ ഒക്കെ എന്നല്ല, നമ്മൾ ചുമ്മാ ഒരു ഇതുമില്ലാതെ കണ്ടിന്യൂസ് നമ്മളൊരു കഥ വായിച്ചു വിടുന്ന പോലെ അങ്ങനെ വായിച്ചു വിടാതെ ഓരോ വാക്കിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥമുണ്ട്. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് എനിക്ക് ഏറ്റവും മൈൻഡിലേക്ക് ടച്ച് ചെയ്തൊരു വേർഡാണ്. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മധ്യസ്ഥ ശക്തിയാലും. ഈ ഒരു വേർഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വേർഡാട്ടോ. അത് നമ്മൾ ആ ചുമ്മാ നിന്റെ മകനും എൻ്റെ വിമോചകനും അങ്ങനെ പറഞ്ഞു പോവാതെ അത് അർത്ഥം മനസ്സിലാക്കി വായിക്കുവാണെങ്കിൽ അതിന് ഭയങ്കര ബ്ലെസ്ഡ് ആണ്, ഭയങ്കര അനുഗ്രഹമുള്ളൊരു കാര്യമാണ്. അപ്പം അത് ഈ പ്രാർത്ഥന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു.
അപ്പം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ കുഴപ്പമൊന്നുമില്ല. എനിക്കറിയാവുന്ന കാര്യം മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതിൽ കയറി നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവുമായിരിക്കും. എനിക്കറിയാവുന്ന കാര്യം, എനിക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ്ങും ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം ഇതാണ് ഈ 2 കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചതും അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതും. ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് നെഗറ്റീവ് ആണോ എന്ന് എനിക്കറിയത്തില്ല. പ്രയർ വീഡിയോയുടെ അടിയിലാണ് വന്നത്. ആദ്യം ആ കൊച്ച് ആരാന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ അതിപ്പം വീഡിയോയിലില്ല, അത് ഓൾറെഡി റിമൂവ്ഡ് ആയിപ്പോയി. ഇപ്പം ആദ്യമേ ആ കൊച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞ് വചനം എങ്ങനെയാണ് കൊടുക്കുന്നത്, പ്രാർത്ഥിക്കുന്ന അതേ കാര്യത്തിൽ നമുക്ക് വചനം കിട്ടുമോ, അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചിട്ടൊരു ഇതായിരുന്നു. ആദ്യം നോർമലി സംസാരിച്ചു. അപ്പം ഞാനും അതിനെ റിപ്ലൈ നോർമലായിട്ട് തന്നെ അറിയാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുത്തു. പിന്നെയും അതിനെ ചൊല്ലി പിന്നെ കുറേ കമൻസ് ആയിട്ട് ഉണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടോന്ന് എനിക്കറിയത്തില്ല. ആ റിപ്പീറ്റ് അടിച്ച് വന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് അത് വിഷമമായി. കാരണം നമ്മളൊരു പ്രാർത്ഥന വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ മീൻസ് അങ്ങനെ ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ആവട്ടെ, അവരുടെ ലൈഫിലുള്ള സ്ട്രഗിൾസിനും ഈശോയും അമ്മയും ഒരു ഹെൽപ്പായിട്ട്, ഒരു സഹായമായിട്ട്, ഒരു സംരക്ഷണമായിട്ട് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കയറി നോക്കാം. ആദ്യമേ ഒക്കെ ഏറ്റവും ഫസ്റ്റ് ഞാൻ വിശ്വാസ പ്രമാണം, കൃപാസന മാതാവിൻ്റെ ഒരു പ്രാർത്ഥന, അങ്ങനെ കുറച്ച് 2-3 പ്രയർ വീഡിയോസ് ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോർമലി വ്ളോഗ് പോലെ ചെയ്യാറുണ്ട്. പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് റീസെൻ്റ്ലി ചെയ്ത് ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേരത് കണ്ടു, സപ്പോർട്ട് ചെയ്തു, പ്രാർത്ഥന റിക്വസ്റ്റ് അയച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് പിന്നെയും വീഡിയോസ് ചെയ്യണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ നെഗറ്റീവ് കണ്ട് തളർന്നു പോകേണ്ട ഒരാളൊന്നും അല്ല. തളർന്നു പോകാനായിട്ട് എനിക്ക് ആഗ്രഹവും ഇല്ല. അത് കണ്ടു കഴിഞ്ഞപ്പം മറ്റുള്ളവരെയും കൂടി അത് ബാധിക്കുന്ന കാര്യമാണ്. കാരണം ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ, മീൻസ് ആ ഒരു മെസ്സേജ് അത് നെഗറ്റീവായിട്ട് പറയാവുമെന്നും എനിക്കറിയത്തില്ല. ആർഗ്യൂ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ആൾക്ക് താല്പര്യമില്ലെങ്കിൽ ആൾ കാണണ്ട, താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. ഞാൻ ഓൾറെഡി എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്ന കാര്യമാണ്. ഇഷ്ടമുണ്ടെങ്കിലും എന്താ പറയുക, ഇങ്ങനത്തെ പ്രയർ വീഡിയോസ് കാണാനും പ്രാർത്ഥിക്കാനും ആയിട്ടുള്ള ഉള്ളവരും മാത്രം കണ്ടാൽ മതി. അല്ലാത്തവർ ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകേണ്ടവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അതിനകത്ത് വന്ന് ആർഗ്യൂ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇത് ആരെയും വിഷമിപ്പിക്കാനോ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല. പിന്നെ തന്നെ ഞാനത് രണ്ടാമത് ആർഗ്യൂ ചെയ്ത പോലെ കണ്ടപ്പോൾ ഞാനത് റിമൂവ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ആ ഫുൾ വീഡിയോ ഫുൾ മെസ്സേജ് ആളത് റിമൂവ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. നോ പ്രോബ്ലം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടിയിട്ടോ അല്ല, അതായത് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എനിക്കിഷ്ടമാണ്. എനിക്കത് മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ പൈസ കൊടുത്തോണ്ടൊരു സഹായമോ, നമ്മൾ ആരെങ്കിലും കാണുമ്പം അവരുടെ സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് കൊടുക്കും. അതല്ലാതെ ഇപ്പം എന്നെ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും എനിക്ക് നിങ്ങളെ ആരെയും പേഴ്സണലി അറിയത്തില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എന്താ പറയുക, സിറ്റുവേഷൻ, നിങ്ങളുടെ വിഷമങ്ങളിൽ ഒരു ഹെൽപ്പായിട്ട്, ആശ്വാസമായിട്ട് എന്തെങ്കിലും നല്ല വാക്കുകൾ പറയാൻ പറ്റുക എന്ന് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ച് പോകേണ്ട. അതിനകത്ത് ഒരുപാട് പേര് ഇപ്പോഴത്തെ കാലഘട്ടമാണ്, ഇപ്പോഴത്തെ ആൾക്കാരാണ്, എന്താണെന്നൊന്നും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ച് പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അതിനെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കാണാതെ പോസിറ്റീവായിട്ട് കാണുക എന്ന് പറയുന്നത് അതുമാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പം ഞാൻ ഇത് പറയണോ വേണ്ടെന്ന് കുറേ ആലോചിച്ചു. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമുക്കൊന്ന് ജസ്റ്റ് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പം നിയോഗം, എന്ത് ടൈപ്പ് നിയോഗം ആയിക്കോട്ടെ, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ച് വചനം കൊടുക്കാറുണ്ട്. അതൊരിക്കലും ഞാൻ കൊടുക്കുന്ന വചനമല്ല. എന്ന് വെച്ചാൽ
ഞാൻ ഇപ്പോൾ ഒരാളെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരാളെൻ്റെ അടുത്ത് ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ഭയങ്കരമായിട്ട് വിഷമം അനുഭവിക്കുകയാണ്, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല, ഡൗൺ ആയി പോവുകയാണ്, ഫാമിലി അല്ലാതെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ ഒരാളെ ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കുവാണെന്ന് വിചാരിക്കും. വചനം തരാമോ എന്ന് ചോദിച്ച് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ ഈ മെസ്സേജ് കാണുന്ന സമയത്ത് ഞാൻ ഈശോയുടെ അടുത്ത് ഇവരുടെ സിറ്റുവേഷൻ, ഇവരാ പറഞ്ഞ രീതിയിൽ അവരുടെ സിറ്റുവേഷൻ ഞാൻ ഈശോയുടെ അടുത്ത് പറയും. അല്ലെങ്കിൽ ഈശോയുടെ മുന്നിലിരുന്ന്, ഈശോയുടെ രൂപത്തിൻ്റെ മുന്നിലിരുന്ന് ഞാനത് വായിക്കും. എന്നിട്ട് ഞാൻ ഈശോയുടെ അടുത്ത് അവരുടെ കാര്യങ്ങൾ, ഇപ്പം ഒരാൾ സങ്കടപ്പെട്ടിരിക്കുമ്പം ആ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളും അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എന്നെയും കൂടെ ബാധിക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എനിക്കും ഇതുപോലെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യും, അപ്പം അവരുടെ സിറ്റുവേഷൻ ഈശോ നീ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് കൊടുക്കാനായിട്ട് എനിക്കൊരു വചനം തരണം, ഇവരൊരു വചനം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവർക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ള രീതിയിൽ എനിക്കൊരു വചനം തരണം ഈശോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്ക് കിട്ടുന്ന വചനം ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പം ഞാൻ എടുക്കുന്ന പെട്ടിയിൽ നിന്ന് എടുക്കുന്ന വചനം എടുത്ത് നോക്കിയിട്ട് അത് ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ചിലപ്പം അവരുടെ സിറ്റുവേഷനുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം എന്നില്ല. ചിലപ്പോൾ അവരുടെ അടുത്ത് കൂടുതൽ പ്രാർത്ഥിക്കാനൊക്കെ ആയിരിക്കും ഈശോ പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി മുന്നോട്ട് പോകാനായിരിക്കും ഈശോ പറയുന്നത്. ഈശോ തന്ന ആ വചനമല്ലേ ഞാൻ കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പം എന്തെങ്കിലും ഇൻ്റർവ്യൂ ബേസ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പഠന മേഖല എനിക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് ഇൻ്റർവ്യൂ എന്ന് തോന്നുന്നു, അതെയോ എക്സാമിൻ്റെ കാര്യമാണെന്ന് എനിക്കറിയത്തില്ല. ഈ രണ്ട് കാര്യത്തിലേതെങ്കിലും ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ ഞാൻ ഈ കമൻറ്റ് കണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈശോ എൻ്റെ ഉള്ളിൽ തോന്നിക്കുന്ന വചനമുണ്ടെങ്കിൽ അത് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുമല്ലോന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇൻ്റർവ്യൂ ആണോ എക്സാം ആണോ, ഇതിനകത്ത് ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഈശോയുടെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് എനിക്ക് മൈൻഡിലേക്ക് വന്ന ഒരു വചനമാണ് ഏശയ്യാ 45:2-3 വാക്യം. ഇതാണ് എനിക്ക് വന്നത്. അതിനകത്ത് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ ഒരു വചനമാണ് വന്നത്. അതിനകത്ത് ഞാൻ നിനക്ക് മുൻപേ പോയി, എക്സാം ആണോ ഇൻ്റർവ്യൂ ആണോ, അപ്പം ഇതിനൊക്കെ മുന്നേ ഈശോ പോയിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരും എന്നൊരു അർത്ഥം കൂടി അതിനകത്തുണ്ട്. അപ്പോൾ അതെനിക്ക് ആ വചനം കിട്ടിയപ്പോൾ ഞാൻ ആ വചനം ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തായിരുന്നു. ഓക്കെ, അങ്ങനെ ചെയ്തായിരുന്നു. ഈ ഒരു വചനം എൻ്റെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വചനം കൂടി ആയിരുന്നു. ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ വചനം എഴുതി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം വചനം ഞാൻ എഴുതി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു എക്സാമിൻ്റെ കാര്യം വന്നപ്പം ഞാൻ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ളൊരു എക്സാമാണ്. എനിക്ക് കമ്പ്യൂട്ടറിൻ്റെ ABCD അറിയാൻ മേല. അതിനകത്ത് മൗസിൽ പിടിച്ച് ഒരു ആരോ മാർക്ക് വരുമല്ലോ നമ്മുടെ സിസ്റ്റത്തിൽ, അതെങ്ങോട്ടാ തിരിക്കണ്ടേന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. ഒരു 3 മണിക്കൂറത്തെ എക്സാം. ആ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വരുമായിരുന്നു. അങ്ങനത്തെ ഒരു എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയപ്പം എനിക്ക് ഈശോ തന്ന വചനമാണ് ഏശയ്യാ 45:2-3. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ വചനം വരാറുണ്ട്. അതിപ്പം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ കൊണ്ടെത്തിച്ചതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ട് പോകുന്നൊരു കാര്യമാണ്. അല്ലാതെ യാദൃശികമായിട്ട് വന്നതൊന്നും അല്ല. ഈശോ എനിക്ക് തന്ന വചനമായിട്ടാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അപ്പോൾ ആ എക്സാമിന് ഒരു കമ്പ്യൂട്ടറിൻ്റെ ABCD പോലും അറിയാത്ത ഞാൻ എബോവ് 75% എനിക്ക് മാർക്കും കാര്യങ്ങളും കിട്ടി. ഞാൻ അതിനകത്ത് പാസ്സായിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ലൈഫിലുള്ളൊരു എക്സ്പീരിയൻസ്. ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് പറയാനാണെങ്കിൽ. അപ്പം ഞാൻ അങ്ങനെയാണ് വചനം കൊടുക്കുന്നത്, പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആ കാര്യങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ആക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിനി അതിന് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം പ്രാർത്ഥിക്കാനായിട്ട് റിക്വസ്റ്റ് തരുന്നവർക്ക് എനിക്ക് മെയിലിൽ ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് പ്രെയർ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് പബ്ലിക്കായിട്ട് പറയാനായിട്ട് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ മെയിൽ ID ക്രിയേറ്റ് ചെയ്ത് മെയിൽ ID അവിടെ കൊടുത്തത്. അപ്പം
അതിലെനിക്ക് ഒരുപാട് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി ഒന്നുമില്ല, നമ്മുടെ യൂട്യൂബിൽ വരുന്നത്രയില്ല, എന്നാലും വരുന്നുണ്ട്. അവർക്കത് പബ്ലിക്കായിട്ട് പറയാൻ ഇല്ലാത്തതുകൊണ്ടാണ് ആയിരിക്കുമല്ലോ. അപ്പം എനിക്കും കുറച്ച് കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് നമ്മൾ പബ്ലിക്കായിട്ട് പറയത്തില്ലല്ലോ. അപ്പം അങ്ങനെ റിക്വസ്റ്റ് വരാറുണ്ട്, അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെ ഓർക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഈ പരസ്പരം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ ഒരു നല്ല കാര്യമായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. അതായത് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞൊരു കമൻറ്റ് ഒരു ചേച്ചിയാന്ന് തോന്നുന്നു എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഒരാളെങ്കിലും പ്രാർത്ഥിക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിലെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ദൈവം തന്നൊരു ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് സന്തോഷമാണ്, ഹാപ്പിയാണ്. അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ലൈഫ് പോട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് അല്ലാതെ എന്തെങ്കിലുമൊക്കെ നിയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാവുന്നതാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. ആധികാരികമായിട്ട് സംസാരിക്കാനോ അതിനെപ്പറ്റിയൊരു ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഒരാളൊന്നുമല്ല. എൻ്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസും എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, കുറച്ച് പ്രെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായി എന്ന് തോന്നുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണ്ടതെന്ന് വെച്ചാൽ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ഇടാം. എന്താണ് എങ്കിലും പറയാം. വ്ളോഗ് ആണെങ്കിൽ വ്ളോഗ്, എന്താണെങ്കിലും ഓക്കെ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പം തരുന്ന സപ്പോർട്ട് നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ജപമാലയെക്കുറിച്ചും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചും ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടണം, ബെൽ ബട്ടൺ അമർത്തിയിട്ടേരെ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്നും കിട്ടത്തില്ല. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്ക്